അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നേർച്ച എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മമായ കാര്യമാണ്. അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഒരു ഇബാദത്താണ്, ആരാധനയാണ് നേർച്ച. എന്നാൽ നമ്മുടെ നാടുകളിൽ നേർച്ച എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുവാൻ വേണ്ടി പോകുന്നത്. ഏറെക്കാലം കൊണ്ടു നടന്ന ഒരു നേർച്ചയായിരുന്നു കുണ്ടോട്ടി നേർച്ച. വർഷങ്ങളായി കൊണ്ടു നടന്നു. പിന്നീട് അതിൻ്റെ ആളുകൾ തന്നെ, സമസ്തയിലുള്ള പണ്ഡിതന്മാർ തന്നെ അത് ഇസ്ലാമികമല്ല എന്ന് പ്രഖ്യാപിച്ചു. പിൽക്കാലത്ത് നിർത്തുകയും പിൽക്കാലത്ത് ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരുപാട് കാലം കുണ്ടോട്ടി നേർച്ച ആളുകൾക്ക് മറന്നു കിടക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇത് ബിസിനസ്സാണല്ലോ, വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുണ്ടോട്ടി നേർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ രംഗങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടു. എന്തെല്ലാം കോപ്രായങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്നത്. അതിൻ്റെ ബാനറിൽ തന്നെ നമുക്ക് കാണാം എന്ത് ഷിയാക്കളുടെ പാരമ്പര്യമാണ് ഇവരുടെ ഈ ഇതിന് എന്നത്. കാരണം അതിൻ്റെ ബാനറിലുണ്ട് എന്ത് യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്ന്. ഇത് ഇറാനിലൊക്കെ ഷിയാക്കൾ പോലെ കൊടിയുടെ മുകളിലൊക്കെ ചെയ്യുന്ന അതേ സംഭവം ഇവർ വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ ഈ ബാനറിൽ കാണാം. നാദാപുരത്ത് വെച്ചുകൊണ്ടിട്ട് നമ്മളെ പേരോട് അബ്ദുറഹിമാൻ സഖാഫി ഇതിനെ വളരെ രൂക്ഷമായി ഈ നേർച്ച ഇസ്ലാമികമല്ലാമെന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. അതേപോലെ കുണ്ടോട്ടി തങ്ങൾ നമ്മൾ എല്ലാ നേർച്ചയിലും കാണുന്നതാണ് എന്ത് ആനപ്പുറത്ത് കയറുക, ആന മതം പൊട്ടിക്കുക. അവിടെ ഒരു രംഗം നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. കുണ്ടോട്ടി തങ്ങൾ ആ കുതിരൻ്റെ മുകളിൽ കയറുന്നുണ്ട്. കുതിരൻ്റെ മുകളിൽ കയറിയിട്ട് കുതിരയിട്ടിട്ട് ഇതാക്കിയിട്ട് അയാൾ മറിഞ്ഞ് വീഴുന്നുണ്ട്. എന്തെല്ലാം കോപ്രായങ്ങൾ! ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ സഹോദരങ്ങളായി. ഇതൊക്കെ ആണോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്? കഴിഞ്ഞ ദിവസം നമ്മുടെ മുക്കം ഉമർ ഫൈസി പറഞ്ഞല്ലോ, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ചെയ്ത മാർഗം ചെയ്യുന്നവരാണ് സമസ്ത. ഇത് ഏത് ഇസ്ലാമിലുള്ളതാണ് മുസ്ലിയാക്കന്മാരെ? ആരാണ് ഇതിൻ്റെ പാരമ്പര്യം? ഏതായാലും സമസ്തയിലുള്ള ആളുകൾ തന്നെ മുമ്പ് ഇതിനെ വിമർശിച്ചിരുന്നു. നമ്മളെ പേരോടിനെ പോലത്തെ ആളുകൾ പേരോട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. തട്ടിപ്പുകളിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ പെട്ടുപോകരുത്. നമ്മൾ ദീന് തുറന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കാലത്തോളം ജീവിച്ചു മരിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കുണ്ടോട്ടിയിട്ട്. ഞാൻ എന്റെ ഉമ്മാമാരോട് പറയും, കുണ്ടോട്ടിയിട്ട് ഒരു നേർച്ച നടക്കാൻ, എന്നിട്ട് ഊര കൊണ്ടുന്ന നേർച്ച. ആര് പറഞ്ഞു ഇങ്ങനെ ഒരു നേർച്ച നടത്താൻ? നേർച്ചയുണ്ട് ഇസ്ലാമിൽ, ഉറൂസുണ്ട് ഇസ്ലാമിൽ, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ന് പറയും. എന്ത് നേർച്ചയാണത്? കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച? നമ്മുടെ ആലിമീങ്ങൾ മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ? ഞാൻ എന്റെ നാദാവൃത്ത പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇത് നമ്മുടെ പേരോട് അബ്ദുറഹിമാൻ സഖാഫി പറഞ്ഞ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് മുജാഹിദുകൾ മാത്രമല്ല, അവർക്ക് തന്നെ തോന്നി ഇത് ഇസ്ലാമല്ല, ഇത് അള്ളാഹു പഠിപ്പിച്ചതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. കേൾക്കുക നിങ്ങൾ അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്ക്, പണ്ഡിതന്മാർ കേടുവന്നാൽ എന്താണ് അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ആ കേടുവന്ന ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ചുളണ്ടല്ലോ അത് തിന്നാനൊക്കെ പറ്റും. ചക്ക വെട്ടാൽ അങ്ങനെയാ. അതേ സമയത്ത് മുട്ട കെട്ടാലോ, അത് കെട്ടാ പിന്നെ അടുത്തൊന്നും വെക്കാൻ പറ്റൂല, നാറിയിട്ട് അടുക്കാൻ പറ്റൂല. സാധാരണക്കാരന് എന്തെങ്കിലും കുറ്റവും തെറ്റുമൊക്കെ വന്നാൽ, സാധാരണക്കാരന് വല്ല പിഴവും പറ്റിയാൽ അത് ചക്ക കെട്ടതുപോലെയാണ്. കുറെയൊക്കെ എന്നാലും നല്ലത് ബാക്കിയുണ്ടാകും. അതേ സമയത്ത് മൊയ്ലിയന്മാര് ചീത്തയായാൽ, പണ്ഡിതന്മാര് വെടക്കായാൽ മുട്ട കെട്ട മാതിരിയാണ്, പിന്നെ അടുക്കാൻ പറ്റൂല.